ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കടലമാവ് വെച്ചിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്താൽ മതിയാവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വലിയ ജീരകമാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ കടലമാവ് ചേർത്തിട്ടുള്ളതുകൊണ്ട് കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡയുടെ അളവ് കൂടിപ്പോകരുത്. ഇതിലേക്ക് ഇനി ഒരു 2 നുള്ള് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർക്കുന്നത്. സവാള ഞാനൊരു ചെറിയ സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് തിക്കായിട്ടും അല്ല, എന്നാൽ കൂടുതൽ ലൂസാവാനും പാടില്ല. ആ ഒരു പാകത്തിന് നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനൊന്ന് കൈകൊണ്ട് എടുത്തിടാൻ പാകത്തിന് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൈ ഒന്ന് നനച്ചിട്ട് എണ്ണയിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് ഇതുപോലെ നുള്ളിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കാം. അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആവശ്യമില്ല. കുറേശ്ശെയായിട്ട് ഇതുപോലെ നുള്ളിയിട്ടിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇത് കുറേശ്ശെയായിട്ട് നുള്ളിയിട്ടത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റിനകം വെച്ച് തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.